വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ് ഓഫ് ടിപ്പിക്കൽ ലാൻഡ്സ് ആൻഡ് വെൽക്കം ടു സ്കോട്ട്ലൻഡ് യാത്ര. അപ്പം യാത്രയ്ക്ക് മുന്നേ തന്നെ കുറച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്യാമെന്ന് കരുതി ഞാൻ മുടിയൊക്കെ ഒന്ന് ക്രോപ്പ് കട്ട് അടിക്കാൻ പോയി. എന്നിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ലണ്ടൻ, അതായത് നമ്മുടെ സ്റ്റേയിൽ നിന്നും സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് വരെ നമുക്ക് പോകണമെങ്കിൽ ട്രെയിനിന് പോകണമായിരുന്നു. സോ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ട്രെയിനിൽ പോയി സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ ചെന്ന് അവിടെ നമ്മൾ റെയിനെയർ ഫ്ലൈറ്റിലാണ് പോയത്. വലിയ കുണമില്ലെങ്കിലും കുഴപ്പമില്ല. ട്രാവൽ വളരെ ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ ട്രാവൽ അവേഴ്സൊക്കെ ഉള്ളു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ 8:30 എന്തോ ആയി കയറിയപ്പോൾ 10:30 നമ്മൾ അവിടെ നമ്മൾ സ്കോട്ട്ലൻഡിലെത്തിയപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ കോടമഞ്ഞ് ഓഹോ താഴ്വരയിൽ ഓഹോ. പക്ഷേ ഇത് കോടമഞ്ഞൊന്നും അല്ല, ഇതാണ് ചാറ്റമഴയാണ്. കോടമഴയെന്നാണോ ഞാൻ പറഞ്ഞത്? എനിവേസ്, അപ്പോൾ ഇതൊരു ചാറ്റമഴയാണ്. അവിടെ മഴയായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ. സോ നമ്മൾ നേരെ ഊബർ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ സ്റ്റേക്കേഷൻ ആയിരുന്നു നമ്മുടെ പ്ലാൻസ്, നമ്മുടെ സ്റ്റേയിലോട്ട് തന്നെ പോയി. എൻ്റെ പൊന്നോ, അതൊരു ഹെവൻ തന്നെയായിരുന്നു. ഏക്കർ കണക്കിന് ഇങ്ങനെ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ ചവറ് പോലെ കിടക്കുകയാണ്. അതിനകത്ത് തന്നെ കുറേ ആളുകൾ അവിടെ തന്നെ സ്റ്റേക്കേഷൻ ചെയ്ത് അടിച്ചു പൊളിക്കാൻ വരുന്നവരുണ്ട്. അവിടെ തന്നെ നമുക്ക് ഷോപ്പുണ്ട്, ഫുഡ് മേടിക്കാനുള്ള സൂപ്പർ മാർക്കറ്റുണ്ട്, എല്ലാ ഫെസിലിറ്റീസും, പൂളുണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഈ റൂമൊക്കെ കാണിക്കാൻ വേണ്ടി തുറന്നതും കണ്ടതും കുണ്ടി ഗൈസ് അവൻ്റെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്, പിറ്റേ ദിവസമാണ്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാവിലെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മൾ സിറ്റിയിലേക്കാണ്. എഡിൻബർഗ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ബസ് സർവീസൊക്കെ ഉണ്ട്, അത്ര അധികം ഇല്ലെങ്കിലും ഉണ്ട്, ആവശ്യത്തിനുള്ള ബസ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ് സർവീസ് എടുത്ത് അല്ലെങ്കിൽ ബസ്സിൽ കയറി നമ്മൾ ലണ്ടനിൽ നമ്മൾ പോയത് സെൻറ്റ് ഗെയിൽസ് കത്തീഡ്രൽ ചർച്ചിലാണ്. അപ്പോൾ നമ്മൾ ചർച്ചിലൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചറാണ്. അവിടെ ആരാണോ ഈ ആർക്കിടെക്ചർ എന്നറിയില്ല, എന്തായാലും ആ മേസ്തിരി ആയാലും ആരായാലും കിടില സ്ട്രക്ചറാണ്. അവിടുത്തെ ഓരോ ബിൽഡിങ് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പം ആ ഒരു സ്ഥലവും അവിടെ തന്നെ പ്രിൻസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഇടത്തൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്. കുറേ ഉണ്ട്. നമ്മൾ ഹാരി പോട്ടറിൻ്റെ പ്ലേസ് ഇവിടെ എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്തു. എല്ലാം ഈ എഡിൻബർഗ് സിറ്റിയിൽ തന്നെ നമുക്ക് നടന്ന് കാണാവുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇതൊരു സൗത്ത് സൈഡ് നമ്മൾ പോകുന്നതാണ്. എൻ്റെ പൊന്ന്, നമ്മൾ ചെന്നപ്പോൾ തന്നെ മഴവില്ലഴകിൽ നിൽക്കുന്ന കുന്നും ചരിവാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കുന്നും ചരിവ് കയറാൻ എല്ലാവർക്കും മടി, അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. അറ്റ് ദ എൻഡ് ചെന്നപ്പോഴത്തേന് പക്ഷേ പറയാമല്ലോ 1-2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം മടുപ്പ്. നമ്മളൊക്കെ പറയുന്നത് 2K കിഡ്സ്. പക്ഷെ ഞാനൊരു 2K കിഡ് ആണെങ്കിലും ഞാനൊരു അമ്മായി ആയതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിക്കും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഗൈസ്. ഇതാണ് ആർത്തർ സീറ്റ്. അപ്പം നടന്ന് ചെല്ലുമ്പോഴും കിതച്ച് ചെല്ലുമ്പോഴും കാറ്റ് കൊണ്ട് ചെല്ലുമ്പോഴും ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് എന്നുള്ളത് ഒരു രീതിയിലുള്ള ക്ലൂ പോലും ഇല്ലായിരുന്നു. ശരിക്കും പറയാമല്ലോ, അവസാന റിസൾട്ട് എന്ന് പറയുന്നത് പൊന്ന് സാറേ അൺഎക്സ്പെക്റ്റഡ് ആണ്. എന്താ പറയുക, മുന്നിൽ നോക്കുമ്പോൾ കടൽ, നമ്മൾ നിൽക്കുന്നത് ആകാശത്ത് എന്നുള്ളൊരു ഫീലായിരുന്നു അത്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ആർത്തർ സീറ്റ്. സോ നിങ്ങളുടെ ട്രിപ്പ് പ്ലാനിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ആർത്തർ സീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മൾ അവിടെ എഡിൻബർഗിൽ നിന്നും ട്രെയിന് കയറി നമ്മൾ ഗ്ലാസ്ഗോ സിറ്റിയിലേക്ക് പോവുകയാണ്. എനിവേസ് നമ്മൾ സ്കോട്ട്ലൻഡിൽ വന്നു, അപ്പം നമുക്ക് അവിടെ അടുത്ത് തന്നെയുള്ള ഗ്ലാസ്ഗോയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. സോ നമ്മൾ എയർബിഎൻബിയിൽ വീടാണ് എടുത്തത്. ആ വീടൊരു കിടിലൻ വീടായിരുന്നു. കാര്യം ആ വീട്ടിൽ തന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അടിച്ചു പൊളിക്കാൻ വരെ തോന്നി. അമ്മാതിരി സെറ്റപ്പും കാര്യങ്ങളും, ഒരു വീടിനെ എങ്ങനെയൊക്കെ എന്താ പറയുക, ഓരോ സ്പേസിനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് ആ വീട്ടിൽ ചെന്ന് നമുക്ക് മനസ്സിലാവും. നല്ല ക്ലീൻ ആയിട്ടുള്ള വീടും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു. ശരിക്കും അത് പറയേണ്ടത് തന്നെയാണ്. അപ്പം അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മൾ എടുത്തതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും ഒരേ ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഗ്രിൽഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ്. സോ അതൊരു മടുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിരുന്നു. അതിൻ്റെ ഒന്നും ക്ലിപ്സ് ഇല്ല. സോ നെക്സ്റ്റ് ഡേ നമ്മൾ കുറച്ചൊരു ഉള്ളേരിയ പോകാമെന്ന് കരുതി നമ്മൾ ലോക്ക് ലോമണ്ടാണ് പോയത്. മോസ്റ്റ്ലി എല്ലാവരും ഐൽ ഓഫ് സ്കൈ ചൂസ് ചെയ്യും. നമ്മൾ ലോക്ക് ലോമണ്ട് പോയി.
ഒരു അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസിബിൾ അല്ല. ഇപ്പോൾ ഫുഡാവട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, അതൊന്നും അത്ര ആക്സസിബിൾ അല്ല. സോ ഇതാണ് സ്കോട്ട്ലൻഡും അതിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും. എനിവേസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുപോലെ തന്നെ പൈസ സമ്പാദിക്കുക, ട്രാവൽ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.